സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ കഴിഞ്ഞ നവംബർ 18 ഈ യാത്ര മഞ്ചേശ്വരത്ത് നിന്ന് പുറപ്പെട്ടത്. ജനങ്ങൾ വലിയ തോതിലാണ് ഈ പരിപാടിയെ നെഞ്ചേറ്റിയതായി അനുഭവപ്പെടുന്നത്. എല്ലാ പരിപാടികളും വൻതോതിലുള്ള ജനാവലിയുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാണ്. എല്ലാ സ്ഥലത്തും കാണുന്ന ഒരു പ്രത്യേകത, ഓരോ മണ്ഡലത്തിലും മുൻപ് നടന്നിട്ടുള്ള ഏത് കൂട്ടായ്മയെയും കവച്ചു വെക്കുന്ന ജനസഞ്ചയമാണ് ഈ നവകേരള സദസ്സിന്റെ ഭാഗമായി ഒഴുകിയെത്തുന്നത് എന്നാണ്. അതിന് കാരണം നമ്മുടെ നാട് തകർക്കപ്പെട്ടുകൂടാ എന്ന വികാരം തന്നെയാണ്. കാലാനുസൃതമായ പുരോഗതി നാടിനുണ്ടാവണം. ഓരോ മേഖലയും അതിനനുസരിച്ച് ജനങ്ങൾ കാണുന്നത്. അതിന്റെ ഭാഗമായി തീരുന്നതിന് വലിയ ഔത്സുക്യമാണ് കാണിക്കുന്നത്. ഇവിടെ നമ്മുടെ രാജ്യം എങ്ങനെ രാജ്യത്തിന്റെ വിഭവം സംസ്ഥാനങ്ങൾക്ക് വീതിക്കണമെന്നും അതിൽ നമുക്ക് നേടേണ്ടി വരുന്ന നിവേദനം, അതിന്റെ ചില ഭാഗങ്ങളാണ് നേരത്തെ വ്യവസായ മന്ത്രി ഇവിടെ വിശദമാക്കി. നമുക്ക് അർഹതപ്പെട്ട നികുതി വിഹിതം ലഭിക്കണം. നമുക്ക് അർഹതപ്പെട്ട റവന്യൂ കമ്പനി ഗ്രാന്റ് ലഭിക്കണം. നമുക്ക് അർഹതപ്പെട്ട രീതിയിലുള്ള വായ്പ എടുക്കാൻ കഴിയണം. നമുക്ക് ലഭിക്കാനുള്ള ചെലവിട്ട് കഴിഞ്ഞ വിവിധ പദ്ധതികളുടെ നൽകേണ്ട തുക കുടിശ്ശികയാക്കാതെ അത് ലഭിക്കണം. ഇതാണ് ഈ പരിപാടിയിലൂടെ നാം ആവശ്യപ്പെടുന്നത്. ഈ പരിപാടി ധൂർത്താണെന്ന് ഈ സംസ്ഥാനത്തിന്റെ ഭരണഘടനാ തലവൻ ഇന്ന് കാലത്ത് പറഞ്ഞല്ലോ എന്ന് നേരത്തെ മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ അവര് ഞങ്ങളോട് ചോദിക്കുകയാണ്. ഇതിനെപ്പറ്റി ധൂർത്താണെന്ന് പറഞ്ഞാൽ ആളുകൾ കേരളത്തിന്റെ പൊതുവികാരത്തോടൊപ്പം ചേരാത്ത ഒരാളെ എന്ന് എല്ലാവർക്കും അറിയാം.
ഭാസ്കരൻ അധ്യക്ഷത വഹിക്കുന്നത്. അദ്ദേഹം സഹകരണ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ ഈ പരിപാടിയിൽ ഈ നവകേരള യാത്രയിൽ അംഗമാണ്. പക്ഷേ ഈ മണ്ഡലത്തിലെ നിയമസഭാംഗമാണ് അദ്ദേഹം. ആ നിലയിലാണ് അദ്ദേഹം ഇതിനകത്ത് അധ്യക്ഷത വഹിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് ഈ രീതിയിൽ 41 മണ്ഡലങ്ങളിൽ UDF MLA-മാരെ ഈ പരിപാടിയുടെ സംഘാടന ചുമതലയും അതേപോലെ നവകേരള സദസ്സിൽ അധ്യക്ഷത വഹിക്കേണ്ടതുമായിരുന്നു. അവരെ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചതുകൊണ്ട് അവർക്കിതുമായി സഹകരിക്കാനാവുന്നില്ല. കേരളത്തിൽ 2021 മുൻപ് 2021 ശേഷം പ്രത്യേകിച്ച് ഇത്തരം പരിപാടികളുമായി സഹകരിക്കാതിരിക്കുന്ന സമീപനമാണ് കോൺഗ്രസും UDF-ഉം സ്വീകരിക്കുന്നത്. അവർ കാണുന്നത് ഈ പരിപാടികളൊന്നും കേരളത്തിൻ്റെ വികസന പരിപാടികൾ ഇപ്പോൾ വേണ്ട എന്നാണ്. ഞങ്ങൾ ഈ പ്രശ്നവുമായി ജനങ്ങളുടെ മുന്നിൽ വരാൻ എന്താണ് കാരണം? കേരളത്തിൻ്റെ കയ്യിൽ ഉണ്ടാകേണ്ട പണത്തിലാണ് കോടാനുകോടി കുറവ് വരുന്നത്. ആ കുറവ് നമ്മുടെ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങളെയാണ് പ്രതികൂലമായി ബാധിക്കുക. നമുക്ക് നാടിൻ്റെ വിവിധ മേഖലകളിൽ ചെലവഴിക്കാൻ പണമില്ലാത്ത അവസ്ഥ വരും. ഇത് നമ്മുടെ നാട് കാലാനുസൃതമായ പുരോഗതി നേടാൻ കഴിയാത്ത നാടായി മാറുന്നവരുടെയാകും. അത് ഭാവി കേരളത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്. ഭാവി തലമുറ അന്നത്തെ ലോകത്തിൻ്റെ ഭാഗമായി നേടേണ്ടിയിരുന്ന കാര്യങ്ങളിൽ എത്തിപ്പെടാനാവാത്ത അവസ്ഥയിലെത്തും. കാരണം ഇന്ന് നമുക്ക് നിർവഹിക്കേണ്ട കാര്യങ്ങൾ നിർവഹിക്കാനാകുന്നില്ല. ആ രീതിയിൽ ശ്വാസം മുട്ടിക്കാനുള്ള ശ്രമമാണ് കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്നത്. ഈ പരിപാടിയുടെ ഭാഗമായി കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്ന ഈ നീക്കത്തെ തുറന്നു കാണിക്കുകയും അത് ശരിയല്ല എന്നത് ജനസമക്ഷം അവതരിപ്പിക്കുകയും ചെയ്യും. അതിന് കോൺഗ്രസിന് UDF-ന് എന്തിനാണ് കൊല്ലുന്നത്? അവർക്കെന്താണ് കേന്ദ്രത്തിനെതിരെ പറയാൻ പ്രയാസം? അവര് കേന്ദ്രത്തിൽ ഇത്തരം കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന BJP-യുടെ മനസ്സിനോട് ഒപ്പമാണ്. അതുകൊണ്ടാണ് കേരളം ഒരിഞ്ച് മുന്നോട്ട് പോകാൻ പാടില്ല. കേരളത്തിന് ഒരു മേഖലയിലും പുരോഗതി ഉണ്ടാകരുത്. ഇത്തരത്തിലുള്ള ഒരു മനോഭാവത്തോടെയാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വികസനത്തെ കോൺഗ്രസും UDF-ഉം കാണുന്നത്. അതുകൊണ്ടാണ് ഈ പരിപാടിയുമായി സഹകരിക്കാൻ അവർക്ക് കഴിയാതിരുന്നത്. ഞങ്ങൾ ആഗ്രഹിച്ചതാണ്, ഞങ്ങൾ അതിനനുസരിച്ച് തീരുമാനിച്ചതാണ്. പക്ഷേ അവർക്ക്
കേരളത്തോടല്ല താല്പര്യം. അവര് കേരളത്തിൻ്റെ വികസന കാര്യങ്ങൾ LDF സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടത്താൻ പാടില്ല എന്നതാണ് കാണുന്നത്. ആ അനുഭവം നമ്മുടെ കേരളത്തിന് ഉള്ളതാണല്ലോ. എന്തായിരുന്നു UDFന്റെ കാലം എന്നത്? അത് നമ്മുടെ നാടിനെ വലിയ തോതിൽ മാറി ചിന്തിക്കുന്നതിന് പ്രേരിപ്പിച്ചതാണല്ലോ. ഇവിടെ ഒരു കാര്യവും നേരെ ചൊവ്വേ നടക്കില്ല എന്ന അവസ്ഥയായിരുന്നല്ലോ അവര് സൃഷ്ടിച്ചിരുന്നത്. അവരുടെ ആഗ്രഹമനുസരിച്ച് ഇവിടുത്തെ സംസ്ഥാന ഗവൺമെന്റ് LDF സർക്കാർ കേരളത്തിൻ്റെ വികസന കാര്യങ്ങളിൽ ശ്രദ്ധിച്ചിരുന്നില്ല എങ്കിൽ നമ്മുടെ നാടിൻ്റെ വിവിധ പദ്ധതികൾ ഏറ്റെടുക്കാൻ കഴിയുമായിരുന്നു. നമ്മൾ നാട്ടിൽ നോക്കിയാൽ ഒട്ടേറെ നടക്കില്ല എന്ന് കരുതിയ പദ്ധതികളല്ലേ പ്രാവർത്തികമായിട്ടുള്ളത്. ഇവിടെ ദേശീയപാത ഇപ്പോ ആർക്കും ആശങ്കയില്ലാതെ, പക്ഷേ 2016 അവസ്ഥ തന്നെയായിരുന്നു എങ്കിൽ ദേശീയപാത ഈ നിലയിൽ എത്തുമായിരുന്നോ? അതുപോലെ തന്നെ ഗെയിൽ പൈപ്പ് ലൈൻ ഇപ്പോ വാതകം അതിലൂടെ പോവുകയാണല്ലോ. കേരളത്തിലെ പല അടുക്കളകളിലും പാചകവാതകമായി എത്തിയല്ലോ. മംഗലാപുരത്തേക്ക് മാത്രമല്ലാതെ നമ്മുടെ നാട്ടിലെ പല വ്യവസായങ്ങൾക്കും ഉപയോഗിക്കാൻ കഴിയുമല്ലോ. ഇവിടെ എടമൺ കൊച്ചി പവർ ഹൈവേ അത് മുടങ്ങിപ്പോയതായിരുന്നല്ലോ. ഇപ്പോ വൈദ്യുതി അതിലൂടെ പ്രവഹിക്കുകയാണല്ലോ. കേരളത്തിലെ ഒരു ഭാഗത്ത് തീരദേശ ഹൈവേ വരുന്നു, വേറൊരു ഭാഗത്ത് മലയോര ഹൈവേ വരുന്നു. ഏതാനും ആഴ്ചകൾ കഴിയുമ്പോൾ കേരളത്തിൻ്റെ കോവളത്തിൽ നിന്ന് ബേക്കലിലേക്കുള്ള നമ്മുടെ ജലപാത ചേത്തുവാവിനെ എത്തി ആ ഭാഗം ഉദ്ഘാടനം ചെയ്യുന്ന അവസ്ഥയുണ്ടാകാൻ പോകുന്നു. നാട്ടിൽ വരുന്ന മാറ്റമല്ലേ ഇത്? നമ്മുടെ വിദ്യാലയങ്ങളെല്ലാം ശാക്തീകരിക്കപ്പെട്ടല്ലോ. പൊതുവിദ്യാഭ്യാസ മേഖല ആകെ മാറിയല്ലോ. ആരോഗ്യരംഗം വലിയ തോതിൽ മാറിയല്ലോ. വിവിധ മേഖല നല്ല തോതിൽ അഭിവൃദ്ധിപ്പെട്ടല്ലോ. ഇതെല്ലാം കോൺഗ്രസ് നേതൃത്വത്തിലായിരുന്നുവെങ്കിൽ നടക്കുമോ? ആ ബോധ്യം കൊണ്ടാണല്ലോ 2021 കേരളത്തിലെ ജനങ്ങൾ LDFന് തുടർഭരണം സമ്മാനിച്ചത്. ആ തുടർഭരണം വന്നതോടെ LDF സർക്കാർ നടപ്പാക്കുന്ന ഒരു കാര്യവും ഇവിടെ സമ്മതിക്കില്ല എന്ന നിലയിലാണ് UDF നിൽക്കുന്നത്. അതുകൊണ്ടാണ് അവർ ഈ പരിപാടിയെ ബഹിഷ്കരിച്ചത്. അവർ പറഞ്ഞ ആരോപണം ഇപ്പോ നമ്മുടെ ഭരണഘടനാ തലവൻ എടുത്തു പറയുകയാണ്. ഗവർണർ നിലക്ക് കേരളത്തിൻ്റെ പ്രശ്നങ്ങളോടൊപ്പം നിൽക്കേണ്ട ആളാണ്. അദ്ദേഹം മറ്റൊരു നിലപാട് സ്വീകരിക്കുന്നത് സാധാരണഗതിയിൽ ഭരണഘടനാനുസൃതമല്ല. ഭരണഘടന വിഭാവനം ചെയ്ത അദ്ദേഹത്തിൽ നിക്ഷിപ്തമായ അധികാരങ്ങളുണ്ട്. അത് സ്റ്റേറ്റ് തലവെന്ന കാലത്ത് സ്റ്റേറ്റിൻ്റെ താല്പര്യത്തിന് വേണ്ടി നിലകൊള്ളലാണ്. അദ്ദേഹം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പോ വിവാദമായ അദ്ദേഹത്തിൻ്റെ യാത്രയുണ്ടല്ലോ. എന്തിനായിരുന്നു ഡൽഹിയിൽ പോയത്?
ഏതെങ്കിലും കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ട അധികൃതരുമായി എന്തെങ്കിലും ചർച്ച ചെയ്യാനായിരുന്നോ? ഏതെങ്കിലും ഔദ്യോഗിക കാര്യങ്ങൾക്കായിരുന്നോ? അതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ കേൾക്കുന്നത് ആ പോയത് RSS സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ പങ്കെടുക്കാനായിരുന്നു എന്നാണ്. ആ പരിപാടി ഔദ്യോഗിക പരിപാടിയാണോ? RSS എന്നത് അദ്ദേഹത്തിന് നല്ല അംഗീകാരമുള്ള സംഘടനയായിരിക്കും. പക്ഷേ ഗവർണർ സ്ഥാനത്തിരുന്നു കൊണ്ട് ആ പരിപാടിക്കാണോ പോകേണ്ടത്? അവിടെ പോയി അവരെ പ്രേരിപ്പിക്കാൻ പറ്റുന്ന വർത്തമാനങ്ങളാണല്ലോ പറഞ്ഞത്. അതിൻ്റെ ഭാഗമായാണല്ലോ കേരളത്തെ അപകീർത്തിപ്പെടുത്തും വിധം ഇത് തീർത്തും ദൂർത്താണ് എന്ന് പറയാനിടയായത്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഇതേവരെയുള്ള അനുഭവമെടുത്താൽ ഇനി 23-ാം തീയതി ഈ പരിപാടി അവസാനിക്കുന്നവരെയുള്ള അനുഭവം മറച്ചാകില്ല. ജനസഹസ്രങ്ങളിലെ ഈ പരിപാടിയിൽ ഒഴുകിയെത്തുന്നത്. ഓരോ പരിപാടിയിലും പതിനായിരങ്ങളല്ലേ പങ്കെടുക്കുന്നത്. എങ്ങനെ സാധാരണ ഒരു ഭരണകർത്താവിന് ഭരണഘടനാ പദവി വഹിക്കുന്നയാൾക്ക് ഇത്തരം ഒരു വർത്തമാനം പറയാൻ കഴിയുന്നു? എന്തും വിളിച്ചു പറയാവുന്ന ഒരു സ്ഥാനത്താണോ അദ്ദേഹം ഇരിക്കുന്നത്? അത് ഓർക്കണ്ടേ? ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന വ്യക്തിയല്ലാതെ പ്രശ്നം. ഇത് കേരളത്തിന്റെ ഗവർണർ കേരളത്തിന്റെ താല്പര്യത്തോടൊപ്പം നിൽക്കാൻ തയ്യാറാകണ്ടേ? എന്തും വിളിച്ചു പറയാവുന്ന അവസ്ഥ സ്വീകരിക്കാൻ പാടുണ്ടോ? എന്താണ് അദ്ദേഹം സ്വീകരിക്കുന്ന രീതികൾ? ഏതെങ്കിലും ഗവർണർക്ക് അനുകരിക്കാവുന്നവരാണോ? ആരെങ്കിലും ആ നിലപാടിനെ അനുകരിക്കാൻ തയ്യാറാകുമോ? മുരളീധരനുമായി ആലോചിച്ച് മുരളീധരന്റെ സർട്ടിഫിക്കറ്റ് അനുസരിച്ച് കാര്യങ്ങൾ നീക്കാൻ തയ്യാറായാൽ ഇതിനപ്പുറവും സംഭവിക്കുമെന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ കാണണം. ഗവർണറായി നിൽക്കണം. അല്ലാതെ വിരട്ടിക്കളിയാമെന്ന ധാരണയിൽ തുടങ്ങണ്ട. ആ വിരട്ടലൊന്നും കേരളത്തിലേശില്ല എന്നത് മനസ്സിലാക്കിക്കൊള്ളണം. എന്തോ വലിയ അധികാരം കയ്യിലുണ്ട്, അതുകൊണ്ട് എന്തോ അങ്ങ് ചെയ്തു കളയും എന്ന മട്ടിലൊക്കെയാണ് ചില ഭാവങ്ങൾ. അതൊക്കെ ചില വൈകിട്ടങ്ങൾ മാത്രമാണ്. അതൊന്നും നമ്മുടെ രാജ്യത്ത് പ്രായോഗികമാക്കാൻ കഴിയുന്നതല്ല ഇന്ന് എന്നത് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് കഴിയണം. വിവേകം വേണം. എന്തും കാണിച്ചു കളയാമെന്ന് ധരിക്കരുത്. എന്തും ചെയ്യാമെന്ന് ധരിക്കരുത്. എന്തിനേയും വെല്ലുവിളിച്ചു കളയാമെന്ന് ധരിക്കരുത്. അതിനൊന്നുമല്ല ആ സ്ഥാനത്ത് ഇരിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യം എന്താണോ അത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അതിനാണ് നിങ്ങൾക്ക് ഭരണഘടനാ സംരക്ഷണമുള്ളത്. ആ പദവിയുടെ മഹത്വം കളഞ്ഞു കുടിക്കരുത്. അത് മനസ്സിലാക്കി പെരുമാറാൻ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന വ്യക്തിക്ക് കഴിഞ്ഞാൽ നല്ലത്. നിങ്ങളൊരു വ്യക്തി എന്ന നിലക്ക് നിങ്ങളുടെ രാഷ്ട്രീയ ചരിത്രമെടുത്താൽ പലതും നേരത്തെ ചിലർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അത് തീർത്തും അവസരവാദത്തിൻ്റെതാണ്. അവസരവാദത്തിന്റെ മൂർത്തിമദ്ഭാവമായ ഒരു വ്യക്തിത്വമാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് നേരത്തെ തന്നെ ചിലരെല്ലാം ചൂണ്ടിക്കാണിച്ചതാണ്. അവസരവാദപരമായ നിലപാട് സ്വീകരിക്കുന്നവർക്ക് എന്തും ചെയ്തു പോകാൻ പറ്റും എന്നത് നമ്മുടെ രാജ്യത്തിന്റെ അനുഭവമാണ്. പക്ഷേ അതൊന്നും കേരളത്തോട് വേണ്ട എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇവിടെ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനത്ത് എതിരെയുള്ള നടപടികൾ സ്വീകരിക്കുമ്പോൾ അത് ജനസമക്ഷം അവതരിപ്പിക്കാനുള്ള ബാധ്യത ഞങ്ങൾക്കുണ്ട്. ആ ബാധ്യതയാണ് ഞങ്ങൾ നിറവേറ്റുന്നത്. അതിൽ കേന്ദ്ര ഗവൺമെന്റ് പ്രതിനിധി എന്ന നിലക്ക് ഗവർണർ പ്രകോപിതനാകുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാനാകില്ല. ആ പ്രകോപനം മനസ്സിൽ വെച്ച് നടക്കുക എന്നത് മാത്രമേ പറ്റൂ. മറ്റൊന്നും ഇവിടെ ചെയ്യാനാകില്ല എന്നത് അദ്ദേഹം മനസ്സിലാക്കണം. നിങ്ങൾ ഏത് രീതിയിലാണ് അവിടെ യൂണിവേഴ്സിറ്റികളിൽ ആളുകൾ നിയമിച്ചത്? എന്താ സ്വീകരിച്ച നില? എവിടുന്ന് കിട്ടിയ പേരുകളാണ് നിങ്ങൾക്ക്? യൂണിവേഴ്സിറ്റി തന്ന തീർത്തും അർഹതയുള്ള ആളുകളെ നിഷേധിക്കാൻ നിങ്ങൾക്ക് എവിടുന്ന് റിപ്പോർട്ട്? ആരുടെ റിപ്പോർട്ട്? ഏതിനെ ആശ്രയിച്ചു? ഇവിടെ യൂണിവേഴ്സിറ്റിയുടെ റിപ്പോർട്ടല്ല, പിന്നെ ചാൻസലർ എന്നാലൊക്കെ ആരെ
ആശ്രയിക്കും? ആരുടെ റിപ്പോർട്ട് വാങ്ങും? എന്തിനാണ് അങ്ങനെയൊരു നിലപാട് സ്വീകരിച്ചത്? അപ്പോ നേരത്തെ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ RSSന്റെയും മറ്റും കേന്ദ്രങ്ങൾ പറയുന്ന ആളുകളെ നിശ്ചയിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് വിദ്യാർത്ഥികളെ, എല്ലാ യോഗ്യതയും തികഞ്ഞ വിദ്യാർത്ഥികളെ ഒഴിവാക്കി ഒറ്റ യോഗ്യത RSS. അത് പരമയോഗ്യതയാണ്. അത് നിങ്ങൾക്ക് യോഗ്യതയായിരിക്കാം, പക്ഷേ യൂണിവേഴ്സിറ്റിയിൽ നിയമിക്കപ്പെടേണ്ട യോഗ്യതയല്ല. യൂണിവേഴ്സിറ്റികൾ നിയമിക്കപ്പെടുമ്പോൾ സെനറ്റിൽ അംഗത്വം കൊടുക്കുമ്പോൾ അതിന് നിയതമായ മാനദണ്ഡങ്ങൾ പാലിക്കണം. അതാണ് നിങ്ങൾ ലംഘിച്ചത്. അത് തീർത്തും തെറ്റായ നടപടിയാണ് എന്ന് തന്നെയാണ് കാണേണ്ടത്. നമ്മുടെ സംസ്ഥാനത്തിന്റെ പൊതുവായ സ്ഥിതിവിശേഷം ഇവിടെ ഇതുകൊണ്ടൊന്നും ലഘൂകരിച്ച് കാണാൻ പറ്റില്ല. നമുക്ക് മുന്നേറിയേ പറ്റൂ. അതിന് ആവശ്യമായ സഹകരണം കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭ്യമാകേണ്ടതുണ്ട്. കാരണം കേരളം രാജ്യത്തിന്റെ ഭാഗമാണ്. നമ്മുടെ നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, നമ്മുടെ അടക്കം ജനങ്ങൾക്ക് പിരിക്കുന്ന നികുതിയാണ് കേന്ദ്ര സർക്കാരിന്റെ കയ്യിലുള്ളത്. അതിൽ കേരളത്തെ മാറ്റി നിർത്താനാവില്ല. കേരളത്തിന് അർഹമായത് ആ സഹായം ലഭ്യമാക്കുക തന്നെ വേണം. ഇപ്പോ നമ്മുടെ UDF എംപിമാര് സ്വീകരിച്ച നില കണ്ടില്ലേ? ഞങ്ങള് ഈ സദസ്സിൽ ഇന്നലെ വരെ പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമുണ്ട്. ആ കാര്യം നേരത്തെയുള്ള ഒരു പാർലമെന്റ് അംഗങ്ങളുടെ യോഗം, ആ യോഗത്തിന് മുൻപാകെ നമ്മൾ സംസ്ഥാന സർക്കാർ ഒരു ആവശ്യം ഉന്നയിച്ചു. അത് കേരളത്തോട് കേന്ദ്രം കാണിക്കുന്ന അവഗണനയെ ആകെ നിരത്തി വെച്ചുകൊണ്ടാണ്. ഇത് നീതികേടാണ്. നിങ്ങൾ എല്ലാവരും സംയുക്തമായി കേന്ദ്ര ധനമന്ത്രിയെ കാണണം, ഈ നീതികേട് തിരുത്തണം എന്നാവശ്യപ്പെടുന്നു. എല്ലാവരും സമ്മതിച്ചു. പക്ഷേ നിവേദനത്തിൽ ഒപ്പിടാൻ തയ്യാറായില്ല. അവിടെ എത്തിയപ്പോൾ ഇത് പണ്ടാണ് കേട്ടോ. ഇത് ഈ ചെയ്ത അവരോട് തന്നെ ഇപ്പൊ കഴിഞ്ഞ യോഗത്തിൽ ഞങ്ങൾ വീണ്ടും അഭ്യർത്ഥിച്ചപ്പോ എല്ലാവരും അംഗീകരിച്ചു. അവരും അംഗീകരിക്കുകയാണ്. ഞങ്ങൾ കാണാം, നിവേദനം കൊടുക്കാം. നിവേദനം തയ്യാറാക്കി. അപ്പോ എന്താ പറഞ്ഞതെന്നറിയോ? ഞങ്ങൾ ഒപ്പിടണമെങ്കിൽ ഈ കേരളത്തിലെ ധനവകുപ്പ് കാണിക്കുന്ന കെടുകാര്യസ്ഥതയെക്കുറിച്ച് ആദ്യം പറയണം. അപ്പോൾ കേരളത്തിലെ ധനവകുപ്പ് കാണിക്കുന്ന കെടുകാര്യസ്ഥതയുടെ ഭാഗമായിട്ടാണ് കേരളത്തിൽ വികസനം നടക്കാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പണം അനുവദിക്കണം എന്നാവശ്യപ്പെട്ടാൽ ഞങ്ങൾ ഒപ്പിടാം. എങ്ങനെയുണ്ട്? എന്താണ് കേരളത്തിലെ UDF എംപിമാർക്ക് ഇതിന്റെ ഇത്തരത്തിലൊരു നിലപാടെടുക്കാൻ കാരണം? BJPയുടെ മനസ്സിൽ ചെറിയ തോതിൽ പോലും നീരസം ഉണ്ടാകരുത് എന്ന നിർബന്ധം എന്തുകൊണ്ടാണ്? എന്തിനാണ് അങ്ങനെയൊരു നിലപാടെടുക്കുന്നത്? ഇതല്ലേ ഗൗരവമായി നാം കാണേണ്ടത്? ഒരുപാട് പ്രശ്നങ്ങൾ നാം നേരിട്ടല്ലോ. അതിൽ കേരളത്തോട് കേന്ദ്രം കാണിച്ച അവഗണനയും വിവേചനവും വളരെ കടുത്തതാണല്ലോ. ഏതെങ്കിലും ഘട്ടത്തിൽ ഈ കോൺഗ്രസ് എംപിമാര് അതിനെതിരെ സംസാരിക്കാൻ തയ്യാറായോ? ഇപ്പോ ലോക്സഭയിൽ എടുത്താല് 2 പേരാണ് LDFന്റെ ഭാഗമായിട്ടുള്ളത്. ബാക്കി 18 പേരും UDFന്റെ ഭാഗമാണല്ലോ. ആ 18-ൽ ഏതെങ്കിലും ഒരാൾ ഏതെങ്കിലും ഘട്ടത്തിൽ കേരളത്തിന് വേണ്ടി ശബ്ദിച്ചോ? എന്താണ് അവർക്ക് സംസാരിക്കാൻ പറ്റാത്തത്? കേന്ദ്രത്തെ അവർ കാണിക്കുന്ന വിവേചനത്തിന്റെ ഭാഗമായി വിമർശിക്കാൻ തയ്യാറായോ? എന്തുകൊണ്ടാണ് അതിന് തയ്യാറാകാത്തത്? 18 എംപിമാരല്ലേ?
കേരളത്തിന്റെ ശബ്ദം ശരിയായ രീതിയിൽ ഉയർന്നില്ലല്ലോ, അത് ഉയർത്താൻ പറ്റിയില്ലല്ലോ. എങ്ങനെ ലോക്സഭയിൽ പ്രതിനിധിക്കും? 20-ൽ 18 പേര് നിശബ്ദത പാലിച്ചാൽ ആ ശബ്ദം പ്രതിനിധിക്കൂ? നമ്മുടെ കേരളത്തിന്റെ ശബ്ദം വിവിധ ഘട്ടങ്ങളിൽ ലോക്സഭയിലും മറ്റും വലിയ തോതിൽ ഉയരുന്നതാണല്ലോ, പാർലമെന്റിൽ വലിയ തോതിൽ ഉയരുന്നതാണല്ലോ. ഇപ്പോൾ മതനിരപേക്ഷത വെല്ലുവിളിക്കപ്പെട്ട അവസരങ്ങളുണ്ടായി. ആ മതനിരപേക്ഷത വെല്ലുവിളിക്കപ്പെടുമ്പോൾ അതിനെതിരെ ഉറച്ച ശബ്ദം കേരളത്തിൽ ഉണ്ടായോ? കേരളത്തിൻ്റെതായ ശബ്ദം ആ രീതിയിൽ ഉയർത്താൻ പറ്റിയില്ലല്ലോ. കാരണം 20-ൽ 18 പേര് ഇവരാണ്. മതനിരപേക്ഷത സംരക്ഷിക്കണമെങ്കിൽ വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കണം. വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം ഏതെങ്കിലും ഘട്ടത്തിൽ കോൺഗ്രസ് സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എല്ലാ ഘട്ടത്തിലും വർഗീയതയുമായി സമരസപ്പെട്ടു പോവുകയല്ലേ ചെയ്തിട്ടുള്ളത്. അതല്ലേ കോൺഗ്രസിന്റെ പ്രത്യേകത. അതുകൊണ്ടല്ലേ കേരളത്തിന്റെ ശബ്ദം ദുർബലമായി പോയത്. കാരണം കോൺഗ്രസിന്റെ രീതിയാണല്ലോ കേരളത്തിലുള്ള കോൺഗ്രസ് എംപിമാര് സ്വീകരിക്കുക. വർഗീയതയെ വിട്ടുവീഴ്ചയില്ലാതെ എതിർക്കാൻ തയ്യാറല്ലോ. ഇത് നമ്മുടെ അനുഭവത്തിലുള്ളതല്ലേ. ഇപ്പൊ ഏറ്റവും ഒടുവിലുള്ള മറ്റ് സംഭവങ്ങളുടെ ഉദാഹരണങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഒരുപാട് സംഭവങ്ങള്, വർഗീയ ലഹളകള്, വർഗീയ കലാപങ്ങള്, കൂട്ടക്കൊലകള്, അതിന്റെ ഭാഗമായി തന്നെ വംശഹത്യ വരെ നടന്ന ഘട്ടങ്ങള്. ആ ഘട്ടത്തിലൊക്കെ വലിയ തോതിലല്ലേ നമ്മുടെ കേരളത്തിന്റെ ശബ്ദം പാർലമെന്റിൽ ഉയർന്നിരുന്നത്. എന്തുകൊണ്ടാണ്? കേരളത്തിൽ നിന്നുള്ള LDF എംപിമാര് വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാതെ സമീപനമാണ് സ്വീകരിക്കുക. ആ സമീപനത്തിന്റെ ഭാഗമായല്ലേ ദേശീയ തലത്തിൽ ഇടതുപക്ഷത്തിനും കേരളത്തിൽ LDF-നും വ്യക്തതയാർന്ന നിലപാടല്ലേ. അതിന്റെ പ്രതിഫലനമല്ലേ പാർലമെന്റിലൊക്കെ കണ്ടിരുന്നത്. കേരളത്തിന്റെ പാർലമെന്റ് അംഗങ്ങളിലെ LDF എണ്ണം കുറഞ്ഞു പോയപ്പോ സംഭവിച്ചതല്ലേ ഇത്. ഇപ്പൊ സമീപകാലം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് കമൽനാഥ് സ്വീകരിച്ച ഒരു നടപടിയാണ്. കമൽനാഥ് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട മുഖമാണല്ലോ രാജ്യത്തെ. എന്താ അദ്ദേഹം സ്വീകരിച്ചത്? നരേന്ദ്രമോദി അയോധ്യയില് പൂജ നടത്തുന്നു. അതിന് മറുപടി എന്താണ് കമൽനാഥ് കാണിച്ചത്? കമൽനാഥിന്റെ വീട്ടിൽ പൂജ. BJPയുടെ അതേ രീതി സ്വീകരിച്ചുകൊണ്ട് മറുപടിയാണ്. ഇപ്പോ മധ്യപ്രദേശില് വലിയ തോതിലുള്ള തെരഞ്ഞെടുപ്പ് പോരാട്ടമാണല്ലോ നടന്നത്. നല്ല രീതിയിൽ BJP തറവറ്റും തന്നെ അന്തരീക്ഷമായിരുന്നു അവിടെ. കമൽനാഥിന്റെ പ്രസ്താവന. രാമക്ഷേത്രത്തിന്റെ കാര്യത്തിൽ BJP ക്രെഡിറ്റൊന്നും അവകാശപ്പെടണ്ട. അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ രാജീവ് ഗാന്ധിക്ക് അവകാശപ്പെട്ടതാണ്. എങ്ങനെയുണ്ട് നേരിടുന്ന രീതി? എങ്ങനെയുണ്ട്? ഛത്തീസ്ഗഡിലെ നല്ല രീതിയിൽ കോൺഗ്രസ് ജയിച്ചു വരുമെന്നല്ലേ കണക്കാക്കിയിരുന്നത്. എന്തായിരുന്നു ഛത്തീസ്ഗഡിലെ ഗവൺമെന്റ് ചെയ്തത്? മണിപ്പൂരിനെ പോലെ ഒരു മതന്യൂനപക്ഷ വിഭാഗം എന്ന നിലക്ക് ഛത്തീസ്ഗഡിലെ ക്രൈസ്തവ ന്യൂനപക്ഷത്തിനെതിരെ വലിയ തോതിൽ ആക്രമണം അവിടെ നടന്നില്ലേ? അവിടുത്തെ കോൺഗ്രസ് ഗവൺമെന്റ് എന്ത് ചെയ്തു? അപ്പോ പൂർണ്ണ നിസ്സംഗത പാലിച്ചു. ആ അക്രമികളുടെ കൂടെ നിന്നു. അതല്ലേ നടന്നത്. അതിന്റെ ഭാഗമായി നേരത്തെ അനുഭവിച്ച വലിയൊരു വിഭാഗം ഛത്തീസ്ഗഡിൽ നിങ്ങളെ അനുകൂലിച്ചോ?
മറ്റുള്ളതിന്റെ കൂടെ അതും ഒരു കാരണമായിരുന്നില്ലേ നിങ്ങളുടെ അവിടുത്തെ പരാജയത്തിന്? പറഞ്ഞു വരുന്നത് വർഗീയതയോട് കോൺഗ്രസ് സ്വീകരിക്കുന്ന സമീപനമാണ്. ബി.ജെ.പിയുടെ അതേ ആടയാഭരണങ്ങൾ അണിയാൻ നോക്കും, അതേ രീതികൾ സ്വീകരിക്കും. ബി.ജെ.പിയുടെ അതേ രീതി ഉപയോഗിച്ച് ബി.ജെ.പി എതിർക്കാൻ കഴിയോ? മതനിരപേക്ഷത സംരക്ഷിക്കാൻ വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാതെ സമീപനം സ്വീകരിക്കണ്ടേ? ഒരു ഘട്ടത്തിലും കോൺഗ്രസിനത് കഴിയുന്നില്ല. ആ കോൺഗ്രസിൽപ്പെട്ടവരെ ഇവിടുന്ന് നമ്മൾ കഴിഞ്ഞ തവണ വലിയ തോതിലാണ് പാർലമെന്റിലേക്ക് അയച്ചത്. നമ്മുടെ നാട് കേരളം നാണം കെട്ടുപോകുന്ന അവസ്ഥയായി. പല പ്രധാന പ്രശ്നങ്ങളിലും നമ്മുടെ ശബ്ദം ഉയരാതായി. അതല്ലേ സംഭവിച്ചത്? ഇത് നാം കണ്ടുപോകേണ്ടതാണ്. ബി.ജെ.പിയുടെ മനസ്സ് എല്ലാ കാര്യത്തിലും ബി.ജെ.പിയോടൊപ്പം നിൽക്കാൻ വല്ലാത്ത ത്വര. അതിന്റെ ഭാഗമാണ് കേന്ദ്രത്തിനെതിരെ നമ്മൾ കേന്ദ്രത്തിനെതിരെ ഇത്തരമൊരു പരിപാടി ആലോചിക്കുന്നല്ല. കേന്ദ്രം നമ്മളെ അവഗണിക്കുകയാണ്, വിവേചനപരമായി പെരുമാറുകയാണ്. വേറെ മാർഗം നമ്മുടെ മുന്നിലില്ല. ജനങ്ങളുടെ മുന്നിൽ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുക, അതാണ് ഞങ്ങൾ സ്വീകരിച്ചത്. അതിനോട് പോലും സഹകരിക്കാൻ ഇവർക്ക് കഴിയുന്നില്ല. അതാണ് കോൺഗ്രസിന്റെ സമീപനം. ആ സമീപനം സ്വീകരിക്കുന്ന കോൺഗ്രസിനോട് ജനങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഓ, അങ്ങനെയാണോ? എന്നാൽ പിന്നെ ഒന്ന് കണ്ടിട്ടുണ്ട് കാര്യം എന്ന മട്ടിലാണ് ജനങ്ങൾ. അതാണ് ഈ നമ്മുടെ നവകേരള സദസ്സ് ഈ രീതിയിൽ അനിതര സാധാരണമായ വിജയം കൈവരിച്ചത്. 10,000-ങ്ങളാണ് ഓരോ പരിപാടിയിലും പങ്കെടുക്കുന്നത്. ആ 10,000-ങ്ങൾ കൃത്യമായ ഒരു സന്ദേശം സർക്കാരിന് നൽകുകയാണ്. നിങ്ങൾ ധൈര്യമായി മുന്നോട്ട് പോയിക്കോ, ഞങ്ങൾ കൂടെയുണ്ട്. എന്താണത്? അത് സർക്കാരിന് കൂടുതൽ കരുത്തു പകരുന്നതാണ്. അതിന് നന്ദി നന്ദി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എന്റെ അഭിവാദ്യങ്ങൾ.